ഭയങ്കര പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനായിരുന്നു ന്യൂ ഇയർ ലഞ്ച് എന്നാൽ പുറത്തുനിന്നാക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആഡംബരത്തിന് നിന്നില്ല. ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്തു, പിരികം ഒന്ന് ഷേപ്പ് ചെയ്തു, ബ്ലഷ് ഇട്ടു, മസ്കാര ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, അങ്ങനെ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. പിന്നെ 2 ഇയറിങ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ജസ്റ്റ് 2ഉം ഹൂപ്പായിരുന്നു. കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഹൂപ്പ് ഞാൻ ചൂസ് ചെയ്തു. ആ കോസ്റ്റ്യൂമിനൊക്കെ മാച്ചായി വരുന്ന അതായിരുന്നു. പെട്ടെന്നെടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് നിയറസ്റ്റ് മാരിയറ്റ് ആയിരുന്നു. സോ അവിടെയാണ് പോയത്. അവിടുത്തെ കസാവ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. ഈ കാണുന്ന വ്യൂ അല്ല കേട്ടോ, അവിടെ ഭയങ്കര തിരക്കായിരുന്നു ലഞ്ച് ടൈം ആയതുകൊണ്ട്. ഇത് നമ്മൾ ലഞ്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഇച്ചിരി ഫ്രീ ആയ സ്പേസ് നോക്കി ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഫുൾ ഈ മീൽസ് ഇലയിലൂണ് കൊടുക്കുന്ന കാരണം ഇതുപോലെ ഫുൾ ക്രൗഡായിരുന്നു. ഇനി എന്ത് കഴിക്കുമെന്നുള്ളതാണല്ലോ അടുത്ത കൺഫ്യൂഷൻ. അങ്ങനെ ആ മെനു മൊത്തം തപ്പി പറക്കി ഞാൻ കാന്താരി കിങ് ഫിഷും ട്രാവൻകൂർ പ്രോൺസ് കറി വിത്ത് കല്ലപ്പം ആയിരുന്നു പറഞ്ഞത്. ഫുഡ് ആക്ച്വലി അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് വരാൻ ഒരു 15 to 20 മിനിറ്റ്സോളം എടുക്കും. അതുകൊണ്ട് കുറച്ച് പോസ്റ്റായിരുന്നു. സോ ഞാൻ അവിടെ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി. പിന്നെ അവർ ആദ്യം ചിപ്സ്, ശർക്കര പുരട്ടി, നെല്ലിക്ക അച്ചാർ ഇതൊക്കെ തരും കേട്ടോ. അതിൽ ആ നെല്ലിക്ക അച്ചാർ അടിപൊളിയായിരുന്നു. ഒരല്ലി നെല്ലിക്കയും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്ത് കുടിക്കുമ്പോഴത്തേക്ക് എന്താ ആശ്വാസം എന്നറിയും. അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് അങ്ങ് വന്നു കേട്ടോ. ആദ്യം തന്നെ ഞാൻ കിങ് ഫിഷ് ട്രൈ ചെയ്തു. കിങ് ഫിഷിൻ്റെ കൂടെ ബ്ലാക്ക് റൈസിൻ്റെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ആക്ച്വലി ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യായിരുന്നു. പക്ഷേ ആ കോമ്പിനേഷൻ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഈ കല്ലപ്പവും ട്രാവൻകൂർ പ്രോൺസ് കറി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഫുഡ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയായൊക്കെ വന്നതല്ലേ, പിന്നെ ഒരു ഫോട്ടോ സെഷൻ നിർബന്ധമാണല്ലോ. പിന്നെ മാരീഡിൽ അവിടെ ഇവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് നേരെ ലുലുവിൽ പോയി ചെറിയൊരു ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ.